ശ്രീ വിനു കിരിയത്ത്, ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിലെ 5(3) വകുപ്പുകളും IT ആക്ടിലെ 67A വകുപ്പും ഉൾപ്പെടുത്തിയാണ് ശ്വേതയ്ക്കെതിരെയുള്ള FIR. പ്രതി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഗൂഢോദ്ദേശത്തോടെയും കരുതലോടും കൂടി സിനിമയിലും പരസ്യങ്ങളിലും അല്ലാതെയും മറ്റുള്ളവർക്ക് അറപ്പുളവാക്കും വിധം നഗ്നതയോടെ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും പോൺ സൈറ്റുകളിലൂടെയും പ്രചരിപ്പിച്ച് വൾഗറായ സെക്സ് സിനിമാ നടിയാണെന്ന കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം നടത്തി വരുമാനം ഉണ്ടാക്കുന്നു എന്നതാണ് പ്രഥമ വിവര റിപ്പോർട്ടിലെ ഉള്ളടക്കം. പരാതിക്കാരനായ മാർട്ടിൻ മേനാച്ചേരി ന്യൂസ് പേപ്പർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയാണെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെയൊരു സംഘടന ഉണ്ടോ എന്ന് നമുക്കാർക്കും അറിയില്ല. ഇയാൾ നേരത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. നടപടിയില്ലാത്തതിനാൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചു. അവിടെയും രക്ഷയില്ലാതെ വന്നപ്പോഴാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. കോടതിയാണ് പരാതിയിൽ FIR ഇടാൻ പോലീസിനോട് നിർദ്ദേശിച്ചത്. പ്രായപൂർത്തിയാവാത്ത 2 പെൺകുട്ടികൾ അവരുടെ മൊബൈൽ ഫോണിൽ പോൺ വീഡിയോകൾ കണ്ടതിന് നേരിട്ട് സാക്ഷ്യം വഹിച്ച സാഹചര്യത്തിലാണ് മാർട്ടിനിലെ സദാചാരമുണർന്നതും നിയമനീതിന്യായ സംവിധാനങ്ങളെ സമീപിക്കാൻ തീരുമാനിച്ചതും. 10-15 പോൺ സൈറ്റുകളുടെ ലിങ്കുകളും പരാതിക്ക് അനുബന്ധമായി മാർട്ടിൻ സമർപ്പിച്ചിരുന്നു. ഈ സൈറ്റുകൾ നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ടവയാണ്. എന്നിട്ടും മാർട്ടിൻ എങ്ങനെ ഈ സൈറ്റുകളിലേക്ക് കടന്നു എന്നതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. മലയാള ചലച്ചിത്ര രംഗത്തും അമ്മ സംഘടനയുടെ ഭാരവാഹിത്വത്തിലുമൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരെ ഇത്തരമൊരു അശ്ലീല പരാതി ഈ മാർട്ടിൻ സ്വന്തം നിലയ്ക്ക് നൽകിയതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആദ്യം മാർട്ടിൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് ആലോചിക്കുക. നമ്മുടെ വിരൽത്തുമ്പിൽ യൂട്യൂബും വാട്സാപ്പും ഇൻസ്റ്റയും എല്ലാം ഉള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്, അല്ലേ? 1972 ശശി കപൂറും സിമി ഗറേവാളും അഭിനയിച്ച സിദ്ധാർത്ഥ എന്നൊരു പടമുണ്ട്. അന്ന് എൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു കൗമാരകാലമാണ്. റോഡിൽ പോസ്റ്റർ വരെ സെക്സി പോസ്റ്ററായിരുന്നു. ഈ 2 പേരും, ശശി കപൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ, അദ്ദേഹം ന്യൂഡായിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണ് അന്ന് വന്നിരിക്കുന്നത് 1972. എന്നിട്ടാണ് ഇദ്ദേഹം 2025 ഇത്തരം ഇഷ്യൂമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ശ്വേത മാത്രമാണോ സെക്സി റോൾ അഭിനയിച്ചിരിക്കുന്നത്? ശ്വേത അഭിനയിച്ച രതിനിർവേദം ജയഭാരതി എന്ന് പറയുന്ന മലയാളത്തിലെ എക്കാലത്തെയും ജനങ്ങളുടെ ഹരമായിരുന്ന നായിക അഭിനയിച്ചൊരു പടത്തിൻ്റെ റീമേക്കാണത്, അല്ലേ? പിന്നെ കളിമണ്ണ് എന്ന് പറയുന്ന സിനിമയിൽ അവർ പ്രസവം കാണിച്ചു എന്നാണ് പറയുന്നത്. പണ്ട് മെഡിക്കോസ് എക്സിബിഷൻ ഉണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത്. അന്ന് കുട്ടികൾക്ക് പ്രസവം കാണിക്കുമായിരുന്നു ടിക്കറ്റ് എടുപ്പിച്ചിട്ട്. മെഡിക്കോസ് എക്സിബിഷൻ എത്രയോ വർഷങ്ങളിൽ തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു, അല്ലേ? പ്രസവം ഒരു മോശമാണെങ്കിൽ അദ്ദേഹം നമ്മളായിരുന്നു ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. അപ്പം ആ ഒരു കാഴ്ചപ്പാടാണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഇവിടെ ഏറ്റവും വലിയ, അദ്ദേഹത്തിൻ്റെ മനോനിലയാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ ശ്വേതയുടെ നല്ല സിനിമകളൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നതല്ല. ഈ തരം സിനിമകൾ മാത്രം. കമൽഹാസൻ ന്യൂഡായിട്ട് അഭിനയിച്ചിട്ടില്ലേ? കലാഭവൻ മണി ന്യൂഡായിട്ട് അഭിനയിച്ചിട്ടില്ലേ? ഷീലാമ്മ, നമ്മൾ ഏറ്റവും ആരാധിക്കുന്ന ഈറ്റ എന്ന് പറയുന്ന സിനിമയിൽ വളരെ സെക്സിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആരാണ് അത് കഥാപാത്രം ആവശ്യപ്പെടുകയാണെങ്കിൽ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സിനിമകളാണിതൊക്കെ. പിന്നെ ഏത് ബേസിസിൽ ഇയാൾക്ക് ഇത് എങ്ങനെ കേസ് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളത് 100% ശരിയാണ്. കാരണം വെച്ചാൽ അങ്ങനെയാണെങ്കിൽ 1-ാം പ്രതി അതിൻ്റെ സംവിധായകനാവണം. മമ്മൂട്ടിയുടെ പാലേരി മാണിക്യത്തിൽ അഭിനയിച്ചില്ലേ? മമ്മൂട്ടിക്കെതിരെ എന്താ കേസ് കൊടുക്കാത്ത? ഇനി ലോകം കണ്ട ഏറ്റവും വലിയ, ലോകം കണ്ടെന്ന് തന്നെ പറയാം, പോൺ ആക്ട്രസ്സാണ് നമ്മുടെ സണ്ണി ലിയോൺ. സണ്ണി ലിയോൺ 5 മലയാള സിനിമയിൽ അഭിനയിച്ചു. അതൊന്നും അപ്പം നമ്മളിപ്പോൾ സണ്ണി ലിയോണിന് അവരുടെ സിനിമ കാണാൻ അടിച്ചാലും വരുന്നതൊക്കെ മറ്റ് ക്ലിപ്പിങ്സുകളാണ്. അപ്പം കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബിലും ഇതൊക്കെ നിങ്ങൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് എടുക്കണം. കാരണം കുട്ടികളോടൊപ്പം അദ്ദേഹം കണ്ടു എന്നാണ് പറയണത്. അല്ലെങ്കിൽ കുട്ടികൾ കണ്ടപ്പോൾ അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തില്ല, അപ്പോൾ അദ്ദേഹം കുറ്റക്കാരനല്ലേ? പ്രായപൂർത്തിയാകാത്ത പിള്ളേർ ഫോൺ കണ്ടപ്പോൾ അദ്ദേഹം കൂടെ കണ്ടു എന്നാണ് പറയുന്നത്. അത് തന്നെ തെറ്റല്ലേ? അപ്പോൾ ഇത് അല്ല, ഇയാൾക്കെതിരെ 1-ലധികം വകുപ്പുകൾ ചാർജ് ചെയ്യേണ്ടി വരും. അല്ല, ഇതിനകത്ത്
ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണെന്നാണ് എല്ലാവരുടെയും ഒരു സംശയം. അത് പറയാൻ ഞാൻ ആളല്ല, കാരണം ഞാൻ അമ്മയുടെ അംഗമല്ല. പക്ഷേ ഇതേ ശ്വേതയ്ക്ക് രാഷ്ട്രീയ പ്രശ്നവും ഉണ്ടായിരുന്നു, അറിയാമല്ലോ. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പ്രശ്നവും പണ്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഇതെല്ലാം കൂടെ ഈ ഇലക്ഷനുമായിട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആവാം. ഇവിടെ ഇപ്പോൾ ബാബുരാജിനെ ബ്ലെയിം ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല, കാരണം ഞാൻ ആ സംഘടന ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ നമുക്ക് സ്ത്രീകളെ, ഈ പുരുഷന്മാരെ മാത്രം അധിക്ഷേപിക്കുന്നതോടൊപ്പം ഇതിനകത്തുള്ള സ്ത്രീകളും ഇതിൻ്റെ പിന്നിൽ കളിച്ചുകൂടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, അമ്മ എന്ന സംഘടനയെ ജനം AMMA എന്ന് വിളിക്കുന്നത് മാറണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഒരുമിച്ച് നിന്നിട്ട് ശ്വേതയ്ക്കൊപ്പം നിൽക്കുക. ഇപ്പോൾ ഇവിടെ ശ്വേതയും നമ്മുടെ ദേവനുമാണല്ലോ ഓപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലേ, രണ്ട് കാൻഡിഡേറ്റ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ദേവൻ ഇന്ന് വളരെ മാന്യമായിട്ടല്ലേ സംസാരിച്ചത്, ഞങ്ങളെല്ലാം അവരോടൊപ്പമാണെന്ന് പറയണം. അതാണ് സിനിമാക്കാർ കണ്ടുപഠിക്കേണ്ടത്. മത്സരം ഒരു സൈഡിൽ നടക്കും, പക്ഷേ ഒരു സ്ത്രീയെ ഇത്രയും വളരെ മോശമായിട്ട് അധിക്ഷേപിച്ചത് കോടതി എന്തായാലും ഇപ്പോൾ സ്റ്റേ കൊടുത്തിട്ടുണ്ട്. ശ്വേത സുപ്രീം കോടതി വരെ പോയാൽ ഇയാളുടെ അവസ്ഥ എന്താവും? മാനനഷ്ടത്തിന് അവരൊരു വലിയ എമൗണ്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ കൊടുക്കേണ്ടി വരില്ലേ? ശ്വേതയ്ക്ക് സുപ്രീം കോടതി പോകാനൊന്നും സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത ആളാണ്. അപ്പം ഇയാളൊരു തട്ടിപ്പുകാരനാണ് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താ കേട്ടില്ല? ഇയാൾ തട്ടിപ്പുകാരനാണ് എന്ന് അത് വേറൊരു പെൺകുട്ടിയും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രൈം പത്രാധിപർ ചൈത്രയോ? അതെ, അത് വേറൊരു കേസ്. ഈ ക്രൈം പത്രാധിപർ നന്ദകുമാറിനോടൊപ്പം അയാളുടെ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ തട്ടിപ്പ് ഇയാൾ നടത്തി. അതിനുശേഷം ഈ നന്ദകുമാർ തന്നെ ഒരു അറിയിപ്പ് പൊതുസമൂഹത്തിന് ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു അറിയിപ്പ് ഇട്ടു. അതായത് പെൺവാണിഭ കേന്ദ്രം എന്ന പേര് പറഞ്ഞ് പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി തൃക്കാക്കരയിൽ ഒരു വീട്ടിൽ നിന്ന് 50,000 രൂപയും 16 വയസ്സുള്ള പെൺകുട്ടിയെയും വേണമെന്ന് ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തതിന് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച മാർട്ടിൻ മേനാച്ചേരി എന്ന തട്ടിപ്പുകാരനെ സൂക്ഷിക്കുക. വ്യാജ വിവരങ്ങൾ നൽകി ന്യൂസ് റിപ്പോർട്ടർ പത്രത്തിൽ ട്രെയിനിയായി ഇദ്ദേഹം കയറിയെങ്കിലും സ്ഥിരമായി മോഷണം നടത്തുന്നയാളും തട്ടിപ്പുകാരനുമാണെന്നും മനസ്സിലാക്കിയതിനെ തുടർന്ന് പുറത്താക്കിയായിരുന്നു. അതായത് നന്ദകുമാർ നടത്തിയ പത്രത്തിൽ നിന്ന്. എന്നാൽ ക്രൈം ചീഫ് എഡിറ്ററാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നന്ദകുമാറിനെ തന്നെ വെട്ടിലാക്കാനാണ് നോക്കിയത്. തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി ന്യൂസ് റിപ്പോർട്ടർ പത്രത്തിൻ്റെ പേരിലും മറ്റ് വ്യാജ പ്രസിദ്ധീകരണങ്ങൾ ഇറക്കി പലരെയും ഈ കട്ടപ്പനക്കാരൻ ഭീഷണിപ്പെടുത്തുകയും പണം തട്ടിയെടുക്കുകയും ചെയ്യുന്നതായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ജോലി നോക്കിയിരുന്ന ദീപിക പത്രത്തിൽ നിന്നും ഇത്തരം തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പുറത്താക്കിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൽ കുടുങ്ങാതെ സൂക്ഷിക്കുക. മാത്രമല്ല ഇയാളൊരു ജേർണലിസ്റ്റ് ഒന്നുമല്ല. ഇയാൾ ഈ സർക്കുലേഷൻ മേഖലയിലാണ് ഇയാൾ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ മാധ്യമപ്രവർത്തകനാണ് എന്ന വ്യാജേനയാണ് ഇയാൾ ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ മാർട്ടിൻ മേനാച്ചേരിയുടെ പശ്ചാത്തലം ഇതാണ്. മാർട്ടിൻ മേനാച്ചേരിയോടൊപ്പം ജോലി ചെയ്ത ക്രൈം പത്രാധിപർ നന്ദകുമാറാണ് ഇക്കാര്യം നേരത്തെ അങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തതാണ് ഞാനിപ്പോൾ വായിച്ചത്. നോക്കൂ, ഇങ്ങനെയൊരു പരാതി പോലീസിന് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ ലഭിക്കുമ്പോൾ, കാരണം പോലീസിനെ 2 തവണ സമീപിച്ചു. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോയി അവർ ഈ പരാതിയിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട്, FIR രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണറും കൈയൊഴിഞ്ഞതോടുകൂടിയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ പരാതി കൊടുക്കുന്നത്. കോടതി ഈ പരാതിക്കാരൻ്റെ ഒരു പശ്ചാത്തലം എങ്കിലും പരിശോധിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ പോലീസിനോട് ചോദിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തില്ല എന്ന്? അതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, നടപടിക്രമങ്ങളാണ്. അതൊന്നും നടത്താത്തത് കൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഹൈക്കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രഥമദൃഷ്ട്യാ ഒരുപക്ഷെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് VG അരുണിന് മനസ്സിലായിട്ടുണ്ടാവും ഈ കേസ് നിലനിൽക്കില്ല എന്ന്. അതുകൊണ്ടാണല്ലോ റിപ്പോർട്ട് ചോദിച്ചത്. മാത്രമല്ല പോലീസും റിപ്പോർട്ട് കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു പരാതിക്കാരൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ എടുത്തു ചാടി പോലീസിന് ഡയറക്ഷൻ കൊടുക്കുന്നു, FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ അവശേഷിക്കുന്നില്ലേ ബിനു കിരിയത്ത? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഇനി 9 ദിവസം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അമ്മയുടെ ഇലക്ഷന്, 15-ാം തീയതി അല്ലേ? അതെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയമുണ്ട് ഇപ്പോൾ അതാണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കോടതിയുടെ
ഇപ്പം ഹൈക്കോടതി അങ്ങനെ ഒരു താൽക്കാലിക ഒരു സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു മത്സരമാണ്. അതിൽ ആര് ജയിക്കാം ആര് തോക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു വനിത വരുന്നതിനോട് ആർക്കൊക്കെയോ താല്പര്യക്കുറവുണ്ട്. കാരണം കാലാകാലങ്ങളായിട്ട് പുരുഷ മേധാവിത്വം തന്നെയാണ് പല സംഘടനകളിലും ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പല സംഘടനകളിലും അത് ചിലർക്ക്, കാരണം ഈ പറഞ്ഞ പോലെ കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഒരു മണിമാളികയും ചെല്ലുമ്പോഴെല്ലാം നല്ല ഭക്ഷണവും സുഖിച്ച് ജീവിക്കാം, എല്ലാ പ്രൈവസിയും ഉള്ള ഒരു സ്ഥലത്ത് അത് നഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവാം. പിന്നെ സ്ത്രീകൾ അതിൻ്റെ തലപ്പത്ത് വന്നാൽ പിന്നെ നമുക്ക് ഊഹിക്കാമെന്നുള്ളതല്ലോ, അവിടുത്തെ ആ ഒരു രീതിയെല്ലാം ടോട്ടലി മാറും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു കാര്യം പറയാം കേട്ടോ, സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു സ്ത്രീയാണെന്ന് പണ്ടാരോ പറഞ്ഞ പോലെ അവിടെയും ഇപ്പോൾ പരസ്പരം പൊന്നമ്മാബാബുവും കുക്കു പരമേശ്വരൻ ഇവർ ടെസ്നി ഖാൻ ഇവരൊക്കെ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ് അല്ലേ. അപ്പം ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, അമ്മയിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് നിൽക്കണം. ഈ നടി എന്ന് പറയുന്ന ഇതൊരു മോശം പ്രവണതയാണ്. കാരണം ഒരു നല്ല ടോപ്പിക്കിനല്ല കേസ് കൊടുത്തിരിക്കുന്നത് അല്ലേ, വളരെ മോശം. അത് അമ്മ എന്ന സംഘടനയിൽ കുറച്ച് നാളുകളായിട്ട് നടക്കുന്നതെല്ലാം ഈ സെക്ഷൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകളാണല്ലോ. ഒരു പക്ഷേ ഇന്നിപ്പോൾ ബാബുരാജ് അതിൽ നിന്ന് പിന്മാറാൻ കാരണവും സിദ്ദിഖ് നിൽക്കാത്തതും ഒക്കെ ഇതുകൊണ്ടാണ്. അപ്പം ഈ സംഘടന തന്നെ തീരുമാനിക്കണം, മക്കൾ പരസ്പരം ചെളിവാരി എറിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് അമ്മയ്ക്കാണ് എന്ന് എല്ലാ മക്കളും തീരുമാനിച്ച് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോവുക. എന്തായാലും ശ്വേതയുടെ ഈ കേസ് ഈ പറഞ്ഞ പോലെ ഹൈക്കോടതി ഇപ്പോൾ ഇത് കൊടുത്തത് എനിക്കതിനകത്ത് ഒന്നും സംഭവിക്കും തോന്നുന്നില്ല. ഇത് ജനാധിപത്യത്തിൽ നമുക്കിവിടെ സെൻട്രൽ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഇത് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അല്ലാതെ അവരെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പോലും യൂട്യൂബിൽ എന്തെല്ലാം വരുന്നു. സെൻസർ ബോർഡുണ്ടോ? സീരിയലിന് സെൻസർ ബോർഡുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒട്ടും നിലനിൽക്കാൻ പോകുന്നില്ല. ഒരു പക്ഷേ ഇത് ശ്വേതയ്ക്ക് ഗുണം ചെയ്യാനും സാധ്യതയുണ്ട് ഇലക്ഷനിൽ. അതുകൂടെ ഞാൻ പറയാം. കാരണം ജയവും തോൽവിയൊക്കെ അതിനകത്ത് രണ്ടാമത്തെ കാര്യം. രണ്ട് നല്ല കണ്ടസ്റ്റൻസാണ്, യാതൊരു സംശയമില്ല. ദേവനോ അതെ, നല്ലൊരു ജയിക്കട്ടെ. അതിനുവേണ്ടി ഇത്തരം വൃത്തികെട്ട ഒരു പ്രവണത അതാണ് ആരെങ്കിലും ചെയ്തതാണെങ്കിൽ അത് വളരെ മോശമാണ്. അങ്ങനെയുള്ള മെമ്പങ്ങളോട് പറയുക, അല്ലാതെ ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിഞ്ഞ അമ്മയുടെ തെരഞ്ഞെടുപ്പിനെ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ.